CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജു എബ്രഹാം, വിമാനത്താവളം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? അതേ കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോണിക് സിറ്റി ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ്. ഇവിടെ കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടാണോ വിനയാവുന്നത്? അല്ല, ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പരിസ്ഥിതി ലോല പ്രദേശത്ത് പരിസ്ഥിതി ലോല നിയമത്തിന് വിരുദ്ധമായി അവിടെ വിമാനത്താവള നിർമ്മാണം വന്നതുകൊണ്ടാണ് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആറന്മുള വിമാനത്താവളത്തെ എതിർത്തത്. അതോ അതിന് ആ പ്രദേശത്ത് ഏതെങ്കിലും പദ്ധതി വരുന്നതിനോട് ആർക്കും തന്നെ യോജിപ്പില്ല. ആ വിവാദമായ ഭൂമിയിലാണ് ഇലക്ട്രോണിക്സ് പദ്ധതി വരുന്നതെങ്കിൽ ആ പദ്ധതിയെ സ്വാഭാവികമായും എതിർക്കുകയല്ലാതെ മാർഗമില്ല. അതേസമയം ആ ഭൂമിക്ക് സമീപം ഏതെങ്കിലും പുരയിടത്തിലോ ഒരു കരയിലോ പുരയിടത്തിലോ ഏതെങ്കിലും പദ്ധതി നിയമപരമായി തടസ്സങ്ങളില്ലാതെ വരികയാണെങ്കിൽ നമുക്ക് അതിനോട് വിയോജിക്കേണ്ട ആവശ്യമില്ല. കാരണം ആറന്മുള പ്രദേശം എന്ന് പറയുന്ന വലിയൊരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്ത് ഇനി ഭാവിയിൽ ഒരു വ്യവസായവും പാടില്ല. അവിടുത്തെ ചതുപ്പ് ഒഴികെ കരഭൂമികളിൽ ഏതെങ്കിലും വ്യവസായം വരുന്നതിനോട് ഏതെങ്കിലും എതിർപ്പ് നിലനിർത്തണം എന്ന വാദത്തിനോട് നമുക്ക് യോജിക്കാനും കഴിയത്തില്ല. വിവാദ ഭൂമിയിൽ നമുക്ക് ഏതെങ്കിലും പദ്ധതി വരുന്നതിനോട് യോജിപ്പില്ല. അതിനെ നമുക്ക് എതിർക്കുക തന്നെ ചെയ്യും. അതേസമയം നിയമ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഭൂമിയിൽ ആറന്മുള പ്രദേശത്ത് ഇലക്ട്രോണിക്സ് പാർക്ക് വരുന്നതിനോട് നമുക്ക് വിയോജിപ്പില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് കൃഷി വകുപ്പ് ഇതിനെ എതിർത്തത്? കൃഷി വകുപ്പ് എതിർക്കാനുള്ള കാരണം ഒരുപക്ഷെ ആറന്മുളയിലെ വിവാദ ഭൂമിയിൽ ഇലക്ട്രോണിക്സ് പാർക്കിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്ത് ഏതെങ്കിലും ഉൾപ്പെടുത്തിയാണ് പ്രൊജക്ട് സമർപ്പിച്ചതെങ്കിൽ കൃഷി വകുപ്പ് സ്വാഭാവികമായി എതിർക്കും. അങ്ങനെ എതിർക്കുന്നതിനോടും നമുക്ക് വിയോജിപ്പില്ല, അതിനോട് യോജിപ്പാണ്. അങ്ങനെയുള്ള എതിർപ്പ് കൃഷി വകുപ്പ് പുറപ്പെടുവിക്കുന്നത് സ്വാഭാവികമാണ്. രാജു എബ്രഹാം, അങ്ങനെയാണെങ്കിൽ ആ വിവാദ ഭൂമി ഒഴിവാക്കി മറ്റിടത്ത് ഇലക്ട്രോണിക്സ് പാർക്ക് കൊണ്ടുവരണം എന്നാണോ CPM ജില്ലാ ഘടകത്തിന്റെ ആവശ്യം? തീർച്ചയായിട്ടും വിവാദ ഭൂമിയിൽ എന്തായാലും പ്രത്യേകിച്ചും ഉപേക്ഷിക്കപ്പെട്ട സർവേ നമ്പറുകളിൽ ഉപേക്ഷിക്കപ്പെട്ട ആ അളവുകളിൽ ആ ഭൂപ്രദേശത്ത് ഇലക്ട്രോണിക്സ് പാർക്ക് പാടില്ല. കരഭൂമിയിൽ നിയമപരമായി നടത്താൻ കഴിയുന്ന സ്ഥലത്ത് ഇലക്ട്രോണിക്സ് പാർക്ക് വരുന്നതിനോട് വിയോജിപ്പില്ല. അത് വരട്ടെ എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശരി, നന്ദി രാജു എബ്രഹാം. സേഫ് സൈൻലാദ്യം വീണ്ടും സേഫ്, യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് സിറ്റി പ്രഖ്യാപിച്ചത് ആറന്മുള ഒരു ഇലക്ട്രോണിക് സിറ്റി വേണം എന്ന സർക്കാരിന്റെ താല്പര്യപ്രകാരമാണോ, അതല്ല വിമാനത്താവളത്തിന് വേണ്ടി കണ്ടുവച്ച ഭൂമി ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു? തിരുവനന്തപുരം ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒരു IT പദ്ധതി വേണം എന്ന തീരുമാനം മുഖ്യമന്ത്രിയുടെ വകുപ്പായ IT വകുപ്പ് എടുക്കുന്നത്. എന്നാൽ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ ഭൂപ്രശ്നങ്ങൾ, നെൽവയർ തണ്ണീർത്തട നിയമത്തെ ലംഘിച്ച് വേണം അവിടെ പദ്ധതി നടപ്പാക്കാൻ. ഈ കളക്ടർ റിപ്പോർട്ടിൽ അത് തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് 100.954 ഹെക്ടർ നിലത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൃഷി ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. ഇതിൽ ആദ്യഘട്ടം മുതൽ CPIയുടെ വകുപ്പായ കൃഷി വകുപ്പിന്റെ ഒരു എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. കൃഷി വകുപ്പ് എതിർപ്പ് ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഊന്നിപ്പറയുന്നത്, അല്ലെങ്കിൽ കൃഷിമന്ത്രി പറഞ്ഞുകൊണ്ട് ഇരുന്നത്, അവിടുത്തെ നെൽവയൽ തണ്ണീർത്തടങ്ങൾ അതില്ലാതായി പോകാൻ വേണ്ടി ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, ഈ പദ്ധതി അംഗീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള IT വകുപ്പ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തി. അതോടുകൂടി വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ട് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ഇതിനകത്ത് പുരയിടം കുറവാണ്, നെൽവയൽ തണ്ണീർത്തടങ്ങളാണ് കൂടുതൽ. ഇനി പദ്ധതി ആരംഭിക്കണമെങ്കിൽ തന്നെ നെൽവയൽ തണ്ണീർത്തടങ്ങൾ പൂർണ്ണമായി നികത്തി വേണം പദ്ധതി ആരംഭിക്കാൻ. അത് സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പദ്ധതികൾ മാത്രം ആസൂത്രണം ചെയ്താൽ മതി എന്നാണ് കളക്ടറുടെ ശുപാർശയിൽ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പദ്ധതി അവിടെ നടപ്പാക്കാൻ കഴിയുമോ എന്ന ആലോചനയിലേക്ക് സംസ്ഥാന സർക്കാർ ഇനി കടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പദ്ധതി കൂടി അവിടെ നടപ്പാക്കാൻ കഴിയാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അവസാന കാലയളവിൽ മറ്റേതെങ്കിലും പദ്ധതിയുമായി വരാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ടെക്നോ പാർക്കുമായി ബന്ധപ്പെടുത്തി ഒരു IT ക്ലസ്റ്റർ രൂപീകരിക്കാനുള്ള നീക്കം ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. അത് ആറന്മുളയിലെ വിമാനത്താവള പദ്ധതിയായി കണ്ടുവച്ച സ്ഥലത്ത് ഇലക്ട്രോണിക് ക്ലസ്റ്റർ സ്ഥാപിക്കാനുള്ള ശ്രമം കൃഷി വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് നിലച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.